വാമ്പയറുകൾ യൂറോപ്യൻ കഥകളിൽ മാത്രമുള്ളതല്ല. ഡ്രാക്കുള ആളുകളുടെ കഴുത്ത് കടിക്കുന്നതിന് വളരെ മുമ്പേ പുരാതന ഭാരതത്തിൽ വേതാളങ്ങൾ ഉണ്ടായിരുന്നു. അവർ ശവകുടീരങ്ങളെ നിയന്ത്രിച്ചു. അതുപോലെ മരങ്ങളിൽ തലകീഴായി വവ്വാലിനെ പോലെ തൂങ്ങിക്കിടന്ന് ഇരകളെ കാത്തിരുന്നു. പാശ്ചാത്യ വാമ്പയർമാരെ പോലെ അല്ലായിരുന്നു അവർ. അസാധാരണമാം വിധം ബുദ്ധിശാലികളായിരുന്നു. ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ അവർക്ക് കാണാൻ കഴിയും. വേതാളങ്ങൾ മനുഷ്യ ശവങ്ങൾ തിന്നുകയും ചിലപ്പോൾ ജീവിക്കുന്നവരെ ആക്രമിച്ച് രക്തം കുടിക്കുകയും ചെയ്യും. അവർ രക്തം കുടിച്ചാൽ ആ മനുഷ്യൻ ഭ്രാന്തനായി മാറും. ചിലപ്പോൾ അവരുടെ ജീവശക്തി വരെ വലിച്ചെടുക്കപ്പെടാം. മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും ശരീരങ്ങളിൽ അവർക്ക് കയറാനും പാവകളെ പോലെ നിയന്ത്രിക്കാനും കഴിയും. ചില കഥകളിൽ അവർക്ക് പറക്കാനും രൂപം മാറാനും കഴിയും. വേതാളത്തിന്റെ പ്രസിദ്ധമായ കഥകളിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് വിക്രമാദിത്യന്റെ കഥകളാണ്. ഭാരതത്തിലെ ഐതിഹാസിക ഭരണാധികാരികളിൽ പ്രമുഖനായിരുന്നു വിക്രമാദിത്യ മഹാരാജാവ്. ഒരു മന്ത്രവാദി രാജാവിനെ തന്ത്രപൂർവ്വം മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വേതാളത്തിനെ പിടികൂടാൻ പ്രേരിപ്പിക്കുന്നു. രാജാവ് ഈ വേതാളം പ്രവേശിച്ചിരിക്കുന്ന ശവശരീരം മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. രാജാവ് വേതാളത്തെ പിടികൂടി തോളിലിട്ട് നടക്കും. വേതാളം ആവട്ടെ രാജാവിനോട് കഥകൾ പറയാൻ തുടങ്ങും. അവസാനം ഒരു കടങ്കഥയും ഉണ്ടാവും. അസാധ്യമായ ധാർമ്മിക ആശയക്കുഴപ്പങ്ങളിൽ അവസാനിക്കുന്ന ആകർഷകമായ കഥകൾ. അച്ഛനും മകനും ഒരേ സ്ത്രീയെ സ്നേഹിക്കുന്നു. അവൾ ആരെയാണ് വിവാഹം ചെയ്യേണ്ടത്? ഒരാളുടെ ശരീരം മരിച്ചെങ്കിൽ അയാളുടെ ആത്മാവ് മറ്റൊരു ശരീരത്തിൽ പ്രവേശിച്ചാൽ അയാൾ ആരുടെ കുടുംബത്തിൽ പെടും? ഇത് വെറും കടങ്കഥകളായിരുന്നില്ല. കർത്തവ്യം, നീതി, മാനുഷിക സ്വഭാവം എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാജാവിന് ഉത്തരം അറിയാമായിരുന്നിട്ട് മിണ്ടാതിരുന്നാൽ തല പൊട്ടിത്തെറിക്കും. എന്നാൽ സംസാരിച്ചാൽ വേതാളം വീണ്ടും മരത്തിലേക്ക് പോകും. അയാൾ വീണ്ടും തുടങ്ങണം. ഇത് 25 പ്രാവശ്യം സംഭവിക്കുന്നു. നമുക്ക് ഈ കഥകൾ ഉൾക്കൊള്ളിച്ച് വിക്രമാദിത്യന്റെ ഒരു വീഡിയോ വൈകാതെ ചെയ്യാം. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ വേതാള കഥകള് ജനങ്ങളെ ധാർമ്മിക ബോധവും നീതിപൂർണമായ ജീവിതവും ഒക്കെ പഠിപ്പിച്ചു. വേതാളം വെറും ഒരു രക്ഷസ് എന്നതിലുപരി ആഴത്തിലുള്ള മറ്റെന്തിനെയോ പ്രതിനിധീകരിക്കുന്നു. ഹിന്ദു വിശ്വാസ പ്രകാരം ശ്മശാന ഭൂമികൾ ഇടനില സ്ഥലങ്ങളാണ്. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള സ്ഥലങ്ങൾ. വേതാളങ്ങൾ അവിടെയാണ് നിലനിൽക്കുന്നത്. അവർ ജീവിച്ചിരിക്കുന്നുമില്ല, എന്നാൽ മരിച്ചിട്ടുമില്ല. ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് അനുചിതമായ ശവസംസ്കാര ചടങ്ങുകളെക്കുറിച്ചുള്ള പുരാതന ഭയങ്ങളിൽ നിന്നായിരിക്കും വേതാളങ്ങൾ ഉത്ഭവിച്ചതെന്നാണ്. ഹിന്ദു പാരമ്പര്യത്തിൽ ആത്മാവിന്റെ ശരിയായ യാത്രയ്ക്ക് ശവസംസ്കാരം ആവശ്യമാണ്. എന്തായാലും വേതാള കഥകളുടെ സ്വാധീനം ഇന്നും മങ്ങിയിട്ടില്ല. ഈയിടെ വന്ന ശ്രീ യൂണിവേഴ്സിലെ താമ മൂവിയിലും വേതാളങ്ങളുടെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ശ്മശാനത്തിനടുത്തുകൂടെ പോവാതിരിക്കുക. പോകുമ്പോൾ കഴുത്തിൽ ഒരു ഭാരം തോന്നിയാൽ ആ ബുദ്ധിമാനായ വേതാളത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ രക്ഷപ്പെടാനാകില്ല.